മീനച്ചാറ് കേട്ടോ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എക്സോട്ടിക് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ യാത്ര തിരിച്ചിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസം കേട്ടോ. കാശ്മീരിലേക്കുള്ള യാത്രയാണ്, സോളോ ട്രിപ്പാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള എക്സ്പ്രസിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സൗണ്ടാണ് ഇതിനകത്ത്. ഞാൻ അതുകൊണ്ട് ആ പാൻട്രി കാറിൻ്റെ സൈഡിലൊക്കെ വന്ന് നിന്നാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, നെല്ലൂർ ഡിസ്ട്രിക്റ്റാണ് ഇതൊക്കെ. ഇനിയും നാളെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഡൽഹി എത്തുന്നത്, ന്യൂഡൽഹി എത്തുന്നത്. അതുവരെ എന്തായാലും ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പരമാവധി കാഴ്ചകൾ ട്രെയിനിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും എടുത്തു തരാം. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇന്നലെ നല്ലപോലെ കിടന്ന് ഉറങ്ങാൻ പറ്റി. ബെർത്തൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ വേറെ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ചൂടോ വലിയ തണുപ്പൊന്നും പറയില്ല. നല്ല കംഫർട്ടബിളായിട്ട് തന്നെ ഉറങ്ങാൻ പറ്റി കേട്ടോ. ഗൈസ്, ട്രെയിനിൽ നിന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വിജയവാഡ ആയിട്ടില്ല, ഇടയ്ക്ക് എവിടെയോ ഇപ്പോൾ ട്രെയിന് പിടിച്ചിട്ടേക്കാണ്. ഇനി നാളെ ഉച്ചവരെ ഇതിനകത്ത് തന്നെ സ്റ്റേ ചെയ്യണം. കണ്ടില്ല, ഇപ്പോൾ ഞാനിങ്ങനെ ഓരോ കോച്ച് ഓരോ ബെർത്തായിട്ട് ഇങ്ങനെ മാറി മാറി അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ കിടക്കുകയാണ്. എല്ലാവരും നല്ല സഹകരണമാണ്. മലയാളികളുമുണ്ട്, പിന്നെ ഹിന്ദിക്കാരും ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ വല്ലപ്പോഴും കൂടെ നടത്തുന്ന യാത്ര ആയതുകൊണ്ട് രസമാണ്. ഞാനിതാ ഇവിടെ നമ്മുടെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ബാത്റൂമിൻ്റെ ക്ലീനിങ് അസിസ്റ്റൻസിനായിട്ടുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വിളിച്ചു നോക്കാം ഡയറക്റ്റ്. കണ്ടില്ലേ, ബാത്റൂമിൻ്റെ ആണെന്ന് പറഞ്ഞൂടെ, ക്ലീനിങ് അസിസ്റ്റൻസ് എന്ന് കാണിക്കുന്നുണ്ട്. 9037791435. വിളിച്ചു നോക്കാം. അതെ, ഹലോ Madam, I am calling from S1 coach. The bathrooms are looking so much dirty. Train number Kerala Express 12625. Oh, गाड़ी अभी വിജയവാഡ. അതെ, മലയാളിയാണ്. വിജയവാഡ കഴിഞ്ഞു, കുറച്ച് നേരമായി. കോച്ചുണ്ട്, നല്ല ബാത്റൂം, 2 ഗ്യാരണ്ടി. നമ്പർ 31. അതെ. ഓക്കെ, നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മലയാളിയാട്ടോ ഫോൺ എടുത്തത്. ആദ്യം നമുക്ക് ഹിന്ദിയിലൊക്കെ സംസാരിച്ചു. അപ്പോൾ കണ്ടില്ലേ, അവർ ഓക്കെ എന്ന് പറഞ്ഞു. കോച്ച് നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചു. നമ്മളെ ബാത്റൂമൊക്കെ തീരെ മോശമാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഓക്കെ എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് കണ്ട് ഇത് ചെയ്യാൻ വേണ്ടി പോകുന്ന ചേട്ടനാ കേട്ടോ. ഇവിടെ തന്നെ നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്. നമ്മളിപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടൊരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ആളെത്തിയിട്ടുണ്ട് കണ്ടോ ഗൈസ്. കാരണം വിളിച്ച് പറഞ്ഞ 10 മിനിറ്റിനകത്ത് ക്ലീനിങ് അസിസ്റ്റൻസ് നമുക്ക് കിട്ടി കേരള എക്സ്പ്രസ്സിൽ. ആ കാര്യത്തിൽ വലിയ കാര്യമാണ്. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ കാണുന്നുണ്ട് ആൾക്കാർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നതും, പിന്നെ അറ്റൻഡർമാരൊക്കെ അങ്ങോട്ടും പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ കാര്യത്തിൽ കേരള എക്സ്പ്രസ് അടിപൊളി കേട്ടോ. കേട്ടോ ഗൈസ്, നമ്മൾ പറഞ്ഞു ആളെത്തിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ബാത്റൂം ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമയം ഉച്ച ആവാറായി. ഇന്നത്തെ ദിവസം അധികം സ്റ്റോപ്പൊന്നുമില്ല. 3-4 മണിക്കൂറൊക്കെ കൂടുമ്പോഴായിരിക്കും സ്റ്റോപ്പ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഫുൾ ടൈം ഇന്നെന്താ ട്രെയിനകത്താണ്. ട്രെയിനകത്തൊക്കെ ഉള്ള ഫുഡൊക്കെ കഴിച്ച് ഇതുപോലെ ചായ കുടിച്ച് അങ്ങനെ സമയം കളയാം എന്നേ ഉള്ളൂ. പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നത്. പിന്നെ തീരെ വൃത്തികേടായിട്ടിരുന്നുകൊണ്ടാണ് ഞാൻ എന്തായാലും വിളിച്ച് പറയുന്നത് ആൾ വരുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കൊള്ളാം. വേണ്ട, മാമൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകണ്ട. ടാറ്റ മാമ. ഗൈസ്, ഞങ്ങളത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ കണ്ടില്ല, ലെമൺ റൈസാണ് എൻ്റെ കൂടെയുള്ള സജിത ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര ചമ്മനെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചമ്മിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ മുഖം കാണിക്കുന്നില്ല കേട്ടോ. ചമ്മൽ കൂടിയാലോ. എരിവുണ്ട്.
റൈസ്, ഇത് ലെമൺ റൈസ് അല്ലേ? രണ്ടും ലെമൺ റൈസ് ആണ്, ചെറിയ കളറിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് മീനച്ചാറ് കേട്ടോ. കൊള്ളാം. ഞങ്ങളിതാ ഫുഡും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരാളെ കൂടെ കിട്ടിയത് കൊണ്ട് നല്ല അടിപൊളി ചോറ് കഴിക്കാൻ പറ്റി. ഗൈസ് ഇപ്പോൾ വൈകുന്നേരം 4:30 ആവുമ്പോൾ ഇടുന്നുണ്ട്. ഇപ്പോൾ അതാ തെലങ്കാനയിലെ രാമകുണ്ടം സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ വെള്ളം എടുക്കാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെയെങ്കിലും കുടിക്കാനുള്ള വെള്ളം കിട്ടുമോ നോക്കട്ടെ. ഇതാണ് കേട്ടോ രാമകുണ്ടം സ്റ്റേഷൻ, തെലങ്കാനയിലാണുള്ളത്. ഞാനിപ്പോൾ വെള്ളമൊക്കെ എടുത്തു തിരിച്ചിതാ ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഗൈസ് കണ്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ക്ലീനിങ് ഒക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ബാത്റൂം കഴുകാൻ വേണ്ടി നേരത്തെ വന്നില്ല, ആ പുള്ളിക്കാരൻ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് വൃത്തിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കേരള എക്സ്പ്രസ്സിൽ അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. ഗൈസ് ഇത് കണ്ടോ, ഇത് പള്ളിപ്പെരുന്നാളിൻ്റെ ലൈറ്റ് എത്തിക്കുന്നതല്ല, ഒരു പവർ ബാങ്ക് ആണ് കേട്ടോ. ഇവിടെ ബയ്യയുടെ പേരെന്തായിരുന്നു? आपका नाम क्या है? तमाल सेट. ആ കണ്ടില്ലേ, ഇതുള്ളതുകൊണ്ട് കണ്ടില്ലേ ലൈറ്റ് നല്ല പ്രകാശത്തിൽ വരുന്നുണ്ട്. അടിപൊളി. ഗൈസ് ഇപ്പോൾ രാത്രി കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനിൽ ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇനി ലൈറ്റായിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കണം, കിടന്നുറങ്ങണം. കാരണം ഇവിടെ ട്രെയിനിൻ്റെ ഉള്ളിലായതുകൊണ്ട് വേറെ പരിപാടികളൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇരുട്ട്, എല്ലാവരും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടക്കാനൊക്കെ തുടങ്ങി. ഇനി വിശപ്പ് കുറവാണ്, അതുകൊണ്ട് പിന്നെ ലൈറ്റായിട്ട് ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കണം. 3 നേരം കഴിക്കുക, ഇതുപോലെ വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. ഇനി നാളെ ഉച്ച വരെ എന്തായാലും ഡൽഹി എത്തുന്നവരെ എന്തായാലും ഇതേ ഒരു ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ബാക്കി കാണാം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ യാത്ര തിരിച്ചിട്ടുന്ന 3ാമത്തെ ദിവസമാണ് കേട്ടോ ട്രെയിനിൽ. ഇപ്പോൾ UP-യിലെ BGL ജാൻസി എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു രാവിലെ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി 1:30-2 മണിയോടെ നമ്മൾ ഡൽഹിയിലെത്തും. അപ്പോൾ ഡൽഹിയിലെത്തിയിട്ട് വേണം അവിടെ ഇന്നത്തെ ദിവസം സ്റ്റേ അല്ല, ഇന്നത്തെ ദിവസം അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം നൈറ്റ് തന്നെ ജമ്മുവിലേക്ക്, കാശ്മീരിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. വണ്ടി ഇപ്പോൾ എടുക്കും ഉടനെ തന്നെ. എത്ര നേരം ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ പരമാവധി എന്തായാലും ഡൽഹിയിൽ എത്തിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം ഗൈസ്. ബൈ. ഗൈസ് ഇപ്പോൾ ആഗ്ര എത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ വെളിയിൽ വെള്ളം വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. നല്ല രസമുണ്ട്. കണ്ടോ, അതാ ഈ പിള്ളേരൊക്കെ ആഗ്ര ഇറങ്ങുന്നതാണല്ലേ. ഇവരാണ് നമുക്ക് എല്ലാവരും ഹായ് പറയോ അല്ല, ഇവരാണ് നമ്മളെ കൂടെ 2 ദിവസം നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നത്. മണാലിക്ക് പോകുന്ന പിള്ളേരാട്ടോ. ആഗ്ര, മണാലി, ന്യൂഡൽഹിയെല്ലാം ഉണ്ടല്ലേ? ജയ്പൂരെല്ലാം ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. കണ്ടതിന് സന്തോഷം എല്ലാവരെയും. ഓക്കെ, എടുക്കാൻ പോകണല്ലേ? ഇപ്പോൾ ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷനിലെത്തിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സജിത ഇറങ്ങി. പുള്ളിക്കാരി പോകുന്നുണ്ട്. ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം ഇവിടെ ഇറങ്ങി. അപ്പോൾ ഇനി ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂഡൽഹി സ്റ്റേഷനിലെത്തും കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ യാത്ര പുറപ്പെട്ടിട്ട് ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഇപ്പോൾ 1:40 ആയിട്ടുണ്ട്. ഇപ്പോൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 50 മണിക്കൂറോളമുള്ള യാത്ര കഴിഞ്ഞിട്ട് ഇപ്പോൾ ന്യൂഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ ഒരു 10 മിനിറ്റ് മാത്രമേ ലേറ്റ് ആയുള്ളൂ. 1:30 എത്തേണ്ട ട്രെയിൻ 1:40 കേട്ടോ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ അത്യാവശ്യം വെയിലുണ്ട്. തീരെ തണുപ്പൊന്നുമല്ല. ഇപ്പോൾ കുളിച്ചിട്ട് പോകുന്നത് വെച്ചാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ തുടങ്ങി. ആദ്യം പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പോൾ ഞാനിവിടെ നിന്ന് നേരെ അടുത്തിനി പട്ടേൽ ചോക്ക് എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിലേക്കാണ് ഇനി പോകാൻ വേണ്ടി പോകുന്നത്.
ന്യൂഡൽഹി മെട്രോ സ്റ്റേഷൻ ഇങ്ങോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വഴിക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നേരെ പട്ടേൽ ചോക്ക്, അതായത് ഇവിടെ നിന്ന് 2 സ്റ്റോപ്പേ ഉള്ളൂ മെട്രോ സ്റ്റേഷനിൽ. ഒരു ഓൾമോസ്റ്റ് 20 രൂപ മാത്രമേ ഫെയർ ഉള്ളൂ. അപ്പോൾ എൻ്റെ ബാഗിന് അത്യാവശ്യം വലിയ വെയിറ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ബാഗ് കൂടെ ക്ലോക്ക് റൂമിൽ വെക്കാതെ ലഗേജും കൂടെ കൊണ്ടുപോകാം കേട്ടോ. ഗൈസ്, അങ്ങനെ കഴിഞ്ഞൊരു 4 മാസത്തിനിടയ്ക്ക് ഞാനിത് 2ാമത്തെ തവണയാണ് കേട്ടോ ഈ ഒരു ഡൽഹിയിലേക്ക് വരുന്നത്. ഡൽഹി മെട്രോ സ്റ്റേഷൻ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത്. കാരണം ഞാൻ നേപ്പാൾ പോകുന്നതിന് മുമ്പും ഞാനിവിടെ വന്നിരുന്നു. കണ്ടില്ലേ, ഡൽഹി മെട്രോ സ്റ്റേഷൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ്. ഇതുണ്ട്, നമുക്ക് വഴിതെറ്റി പോയാലും കണ്ടുപിടിക്കാനായിട്ട് ലൈൻ ഇട്ടിട്ടുണ്ട്. ഇത് യെല്ലോ ലൈനിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്കുള്ള വഴിയാണ്. അതുപോലെ അപ്പുറത്തെ ലൈനുണ്ട്. ഇതാണ് ഗൈസ് പട്ടേൽ ചോക്കിലെ പട്ടേൽ സ്ക്വയർ. വലിയൊരു സ്ക്വയറാണ് കേട്ടോ. അവിടുത്തെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ കേട്ടോ ഈ ഇരിക്കണേ. ഇതാണ് കേട്ടോ സർദാർ പട്ടേൽ ഭവൻ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഇതാണ് ഗൈസ് ഗുരുദ്വാര. അപ്പോൾ ഞാനിവിടെയാണ് ഫുഡ് കഴിക്കേണ്ടി എത്തിക്കണണ്ടില്ലേ. കഴിഞ്ഞാണ് വന്നത് ഇതേ സെയിം സ്ഥലത്ത് തന്നെയാണ്, ഒരു 4 മാസം മുന്നേ നേപ്പാൾ പോകുന്ന സമയത്ത്. അപ്പോൾ ഇനി ഷൂസൊക്കെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് നേരെ ഇനി ലങ്കാറിലേക്ക് പോവാം. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. നേരത്തെ 1:30 തന്നെ ഇവിടെ വന്ന് ഇറങ്ങി. 1:30-1:45 ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് പിന്നെ പട്ടേൽ ചോക്കിലേക്ക് പോയി. അവിടെ ഗുരുമന്ദിർ സാഹിബ് ഗുരുദ്വാരയിൽ നിന്ന് ഫുഡ് കഴിച്ചു, ചപ്പാത്തി കഴിച്ചു. എന്നിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലെ തന്നെ വാഷ്റൂം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുളിച്ചു, ഫ്രഷായി, ഡ്രസ്സൊക്കെ മാറ്റി. ഇപ്പോൾ ഇനി അടുത്ത് എനിക്ക് പോകാനുള്ള ട്രെയിനെന്ന് പറയുന്നത് 8:50-നാണ്. രാത്രി 8:50-ന് ഇവിടെ നിന്ന് ജമ്മു താവിയും കഴിഞ്ഞ് ഉദംപൂർ വരെയുള്ള ട്രെയിനുണ്ട്. അപ്പോൾ അവിടെ അതിനേക്കുള്ള ടിക്കറ്റും എടുത്തിട്ട് ഇപ്പോൾ വന്ന് വെയിറ്റിംഗ് ആണ്. പ്ലാറ്റ്ഫോമിൻ്റെ ഭയങ്കര തിരക്കാണ്, ഭയങ്കര അനൗൺസ്മെൻറ്റിൻ്റെ സൗണ്ടൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഇവിടെ ഒഴിഞ്ഞു മാറി വന്നിരിക്കുകയാണ്. ഇനി 8:50-ന് നമുക്ക് ട്രെയിനുള്ളൂ. ഇപ്പോൾ ആ സമയം 5:45 ആയിട്ടുള്ളൂ. ഇനി ഒരു 3 മണിക്കൂറും കൂടെ കഴിഞ്ഞിട്ട് ട്രെയിനുള്ളൂ. സോ ഇനി ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് കയറിയാൽ മതി. കാരണം ജനറൽ ടിക്കറ്റാണ് എടുത്തേക്കണേ. സ്ലീപ്പറൊന്നും ഇപ്പോൾ ബുക്ക് ചെയ്തിട്ട് കാര്യമില്ല, കിട്ടില്ല. സോ 200 രൂപ 210 രൂപ എടുത്തിട്ടുള്ള ജനറൽ ടിക്കറ്റാണ്. കറക്റ്റ് ഒരു 10 മണിക്കൂറും 10.5 മണിക്കൂറോളം ഉണ്ട് ട്രാവൽ. നാളെ രാവിലെ 7-7:30 ഉദംപൂർ എത്തും. ജമ്മു താവി കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേഷനാണ് ഉദംപൂർ. അവിടെ നിന്നും വേണം ഇനി എനിക്കടുത്ത് ബനിഹാലിലേക്ക് പോകാനായിട്ട്. ബസ്സിന് ബനിഹാലിലേക്ക് പോയിട്ട് പിന്നെ ബനിഹാൽ ടു ശ്രീനഗർ വീണ്ടും ട്രെയിനിൽ പോകണം. അപ്പോൾ നാളെ ഉച്ച കഴിഞ്ഞ് എന്തായാലും ശ്രീനഗർ എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ യാത്രയുടെ കാര്യങ്ങൾ. അപ്പോൾ യാത്രയിൽ നമ്മൾ അങ്ങേറ്റം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ ഓരോ സ്റ്റേഷനിലൊക്കെ ഇറങ്ങി പറ്റുന്നത് പോലെ ഫ്രഷ് ആവുകയും കുളിക്കുകയൊക്കെ ചെയ്യും. ചുറ്റുള്ള കാഴ്ചകളുണ്ടോ, നല്ല തിരക്കാണ് കേട്ടോ ഇവിടെയൊക്കെ. അത്യാവശ്യം നല്ല തിരക്കാണ്. ഇത് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ 16 പ്ലാറ്റ്ഫോംസ് ഉണ്ട് ടോട്ടൽ. അതിനകത്ത് 15ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. അപ്പോൾ അതുവരെ ഇനി വെയിറ്റ് ചെയ്യണം. നൈറ്റിൽ പോകുന്നതിന് മുമ്പായിട്ട് ഫുഡും കൂടെ കഴിച്ചിട്ട് വേണം കയറാനായിട്ട്. തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനത്തെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമ്മുടെ ഡൽഹി യാത്രയിലെ 2ാമത്തെ വ്ളോഗ്, അതായത് 3ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളെന്ന് പറയുന്നത് ഉദംപൂർ, ജമ്മു താവി, ശ്രീനഗർ, ഗുൽമാർഗ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ കാഴ്ചകളൊക്കെയാണ്. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്. ഗൈസ്, ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ പൂരിയുണ്ട്, ആലു പറാത്തയുണ്ട്. അപ്പോൾ 2 പീസിന് 50 രൂപയാണ്. അപ്പോൾ 2 നിന്ന് ഞാൻ ഓരോന്ന് വെച്ച് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ എനിക്ക് വേണ്ടത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഹായ് ബോലോ. ഓക്കെ ഓക്കെ, സെക്കൻഡ് ടൈം ഐ എം ഹിയർ. ഓക്കെ, വലിയൊരു പൂരി എന്ന് പറഞ്ഞാൽ ബട്ടൂര എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഇവിടെ കറികളുണ്ട്, വെജ് കറികളുണ്ട്, ബട്ടൂര. ഉള്ള കേട്ടോ, നല്ല ടേസ്റ്റുള്ള സംഭവമായിരുന്നു. നല്ല കട്ടിയുള്ള പൂരി അത് തന്നെയാണ്.